ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കായ ഇറച്ചിപ്പത്തിരിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടിയുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇത് ഏകദേശം 1 കിലോളം ചിക്കനുണ്ട്. പക്ഷേ ഇത് ഞാൻ മൊത്തത്തിൽ എടുക്കുന്നില്ല. ഇതിൽ നിന്നും കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കനിൽ നിന്ന് ഞാനൊരു 200 ഗ്രാം മാത്രമാണ് ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് പിച്ചി കീറി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സമോസയ്ക്കോ അല്ലെങ്കിൽ കട്ട്ലേറ്റിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ 1 കിലോ ചിക്കൻ അങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി കുറച്ച് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ചിക്കൻ മാത്രമേ ഉള്ളൂ ചേർക്കാൻ. ആ വേവിച്ച് എല്ലൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ആ മസാലയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ഇറച്ചിപ്പത്തിരിയുടെ കവറിങ്ങിന് വേണ്ടിയുള്ള മൈദയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ കവറിങ്ങിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുത്ത മാവ് ഞാനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ഇത് പരത്തിയെടുക്കുന്നുള്ളൂ. ഇനി ഇത് ഓരോ ബോളുകളായിട്ട് എടുത്തിട്ട് ഒന്ന് ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ പരത്തിയെടുത്ത് ഞാൻ ഇനി ഇതുപോലെ ഒരു അടപ്പ് കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അന്നേരം നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ നടുഭാഗത്തായിട്ട് മാത്രം മതി ഫില്ലിങ്. ഇപ്പം ഈ 1.5 ഗ്ലാസ് മാവ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 9 ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാം. 9 എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിൽ 18 എണ്ണോളം വരും. എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വേറെണ്ണം കൊണ്ട് നമുക്കത് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കിയെടുക്കണം. നമ്മൾ കോഴിയുടെക്കൊക്കെ മടക്കിയെടുക്കത്തില്ല, ഇങ്ങനെ പിരിച്ച് അത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ കുറച്ച് 2-3 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഫോർക്ക് കൊണ്ട് അതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇറച്ചിപ്പത്തിരി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിത് വെജിറ്റബിൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഓരോ ഇറച്ചിപ്പത്തിരി ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇച്ചിരി വലിപ്പമുള്ളതുകൊണ്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ ഈ തവി ഉപയോഗിച്ച് അതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് കൊമളിച്ച് പൊള്ളി വരും. ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ച് വിട്ട് നല്ല ഗോൾഡൻ കളറിൽ കരിഞ്ഞു പോകാതെ ഇത് പൊരിച്ചെടുക്കണം. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്.
എപ്പോഴും ഇതൊക്കെ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള ഇറച്ചിപ്പത്തിരി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ചിക്കനാണല്ലോ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കന് പകരം ബീഫോ അല്ലെങ്കിൽ മട്ടനൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇഫ്താർ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.